നന്മകൾക്കായി സ്തോത്രം. ഈ രാത്രി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ വരാനിടയായിട്ട് നന്മകളാകുന്നു ദൈവം നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യും. യേശു മിശിഹായുടെ പേരിൽ നമ്മുടെ സ്വയം ജീവിതം നമ്മൾ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നു അത്രത്തോളം നമ്മൾ പരാജയമായി ചെയ്യുന്നു. നമ്മളവിടെ മരിക്കുന്നില്ല. ഇപ്പൊ എന്നെ ഒരാൾ അടിക്കുന്നു അല്ലെങ്കിൽ എന്നെ ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യന് അതൊന്നും തോന്നത്തില്ല. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് മരിച്ചു. എന്നാൽ ജീവൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം ജീവൻ എന്റേതായ ജീവൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഉടനെ പ്രതികരിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ എൻ്റെ ഈ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ലാംഗ്വേജ് ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നുണ്ടെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വർദ്ധിപ്പിക്കും. അപ്പോൾ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ, യേശുവിൻ്റെ ജീവൻ എന്തുവാണ്? ആ പ്രത്യാശ. യേശു എങ്ങനെ ജീവിച്ച് ആ പ്രദേശത്ത് മാത്രമല്ല കർത്താവിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെയും യാത്ര ചെയ്യുവാനും കർത്താവെ ശുശ്രൂഷയ്ക്കൊക്കെയും നേതൃത്വം കൊടുക്കുവാനും അനേക ആത്മാക്കളോട് സംസാരിക്കാനും അവരുടെ ദുഃഖത്തിലെ പ്രയാസത്തിലൊക്കെ പോയി കാണുവാനും ഒക്കെ നീ അവസരം കൊടുത്ത് കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനെതിരെ കരുതൽ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നിന്റെ കൃപ നിന്റെ സാന്നിധ്യം മുഴുവനായ സ്തോത്രം ചെയ്യുന്നു. പോലെ ഞങ്ങൾ കർത്താവെ നാളെ നമ്മുടെ അച്ഛനെ കുറിച്ച് നീയുടെ നാട്ടിലേക്ക് പോകാനൊക്കെയും ആഗ്രഹിക്കുമ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ കർത്താവ് നീ അവിടെ നടത്തി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രമീകരണങ്ങളിലെല്ലാം നിന്റെ കൃപയും നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ കർത്താവ്. എല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നതൊക്കെ നിന്റെ കരുണ നിന്റെ കൃപ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷക്കാലം കർത്താവ് യേശുവിന്റെ ഇടവകയുടെ എല്ലാ പ്രവർത്തനത്തിലും ദൈവമേ കർത്താവെ നീ അവിടെ കൂടെ ഉണ്ടായിരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കുവാൻ അച്ഛനെയും കൊച്ചനെയും ഈ ദേശത്താക്കിയിരുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കും, സ്തോത്രം ചെയ്യും. അതിനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ബലപ്പെടുത്തിക്കൊള്ളണമേ. അധികം വരട്ടെ അത് അനുഗ്രഹത്താൽ അവിടെ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യ ഞങ്ങളുടെ കർത്താവ് വചനങ്ങളുമായി നിങ്ങളുള്ളവരെയും നമ്മളുള്ളവരും നമ്മുടെ ഉണ്ടായിരിക്കുന്നതാകട്ടെ. ഒമാനിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സ്വതാ, നിരപ്പാർന്ന സ്ഥലം. നമ്മുടെ ആളുകൾ വളരെ സന്തോഷത്തോടും സഹവർത്തത്തോടും കൂടെ കഴിഞ്ഞുകൂടുന്നതായിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ സഭാ വിഭാഗങ്ങളും ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും സമ്പന്നരും പ്രഗത്ഭരും ആത്മീയരുമായിട്ടുള്ള ആളുകളാണ് മാർത്തോമ സഭ. ദൈവകൃപയിൽ ആശ്രയിച്ച് അവർ ഒരുമിച്ച് ഈ കൂട്ടായ്മ ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീരുന്നത് വളരെ സന്തോഷകരമായിരിക്കുന്നതായിട്ടുള്ള ഒരനുഭവമായി ഞാനും കുടുംബവും കരുതുന്നു. 3 വർഷം വളരെ കൃപയോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായി. മാർത്തോമാ സഭാംഗങ്ങളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള നന്മകളാണ് ലഭിച്ചത്. തീർച്ചയായും പ്രത്യേക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എനിക്ക് അതിനെ കുറിച്ചായിട്ടുള്ള പ്രചോദനം പ്രാർത്ഥനയും ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകും. എല്ലാവരെയും പ്രത്യേകിച്ച് ഓർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും. സെന്റ് തോമസ് മാർത്തോമ ചർച്ച് ഞങ്ങളുടെ സൗഹാർദ്ദമുള്ള ഒരു ചെറിയ ഇടവകയാണ്. ആ ഒരു ചെറിയ ഇടവകയിൽ മാർത്തോമ സഭയുടെ ഒരു സീനിയർ പട്ടക്കാരനാണ് കഴിഞ്ഞ 3 വർഷം ഇവിടെ സഭയായിട്ട് സഭയുടെ ക്രമീകരണത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലേക്ക് സേവനത്തിനായിട്ട് വന്നത്. അച്ഛനും കൊച്ചമ്മയും വളരെ സന്തോഷത്തോടെ ഇവിടെ പ്രവർത്തിച്ചു. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇടവക ജനങ്ങളും ജനങ്ങൾക്കും വളരെ സ്വീകാര്യനായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ 3 വർഷം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും വളരെ എന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുകയും വളരെ കൂടുതൽ അടുത്ത് ഇടപഴകുവാനും സാധിച്ചു. അച്ഛനോടും കൊച്ചമ്മയോടും ഉള്ള ഇടവകയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ നമ്മുടെ കുടുംബത്തിലെ
എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും അച്ഛനെ വരുമായിരുന്നു. അച്ഛനോട് പ്രത്യേക സ്നേഹം സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. വിശ്രമ ജീവിതം എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു പട്ടക്കാരന് വിശ്രമ ജീവിതമല്ല, സഭയുടെ ഔദ്യോഗിക ഭാരം അല്ലെങ്കിൽ ഒരു കാരണത്തിൽ നിന്ന് വിരമിക്കുന്നുവെങ്കിലും അച്ഛനെപ്പോഴും അച്ഛനായിട്ട് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ശക്തിയോടെ കൂടുതൽ ബലത്തോടെ കൂടുതൽ വേലയിൽ കർത്താവിൻ്റെ വേലയിൽ കർത്താവിൻ്റെ വലിയ പ്രദേശത്തുള്ള വേലയിലായിരിക്കണം. ദൈവം സഹായിക്കട്ടെ എന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായി എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അച്ഛനും താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട അച്ഛൻ ഒമാനിലെ സേവനം പൂർത്തിയാക്കി 41 വർഷത്തെ പട്ടത്ത ശുശ്രൂഷയും പൂർത്തിയാക്കി ഔദ്യോഗിക പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് പോന്നു. അച്ഛൻ്റെ അവസാനത്തെ ഇടവകയായ, അതായത് പട്ടത്ത ശുശ്രൂഷയിൽ ഔദ്യോഗിക പട്ടത്ത ശുശ്രൂഷയിൽ അവസാനത്തെ ഇടവകയായ സോഹാർ സെൻറ് തോമസ് മുത്തമ്മ ചർച്ചിൽ നിന്ന് അച്ഛനെ ഞങ്ങളെല്ലാവരും കൂടി കണ്ട് യാത്രയാക്കുന്നു എയർപോർട്ടിലേക്ക്.